ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മോളെ, പിന്നെ മംഗളത്ത് വീടിന്റെ പ്രൗഢിക്കത്ത രീതിയിൽ വേണം നീ അവിടെ പെരുമാറാൻ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ കൃത്യമായിട്ട് അതിനോട് റിയാക്ട് ചെയ്തിരിക്കും. മോളുടെ പേരെന്താ? സാന്ദ്ര. നല്ല സുന്ദരി കുട്ടിയാട്ടോ. താങ്ക് യു ചേച്ചി. ദേ ഇതിൽ എത്ര 3 ഉണ്ടെന്ന് നോക്കി. 4. കൊള്ളാം, മോളും ഉണ്ടായിരുന്നേ. മാഡം, കുഞ്ഞുങ്ങള് കളങ്കില്ലാത്തവരല്ലേ, ഭാഗ്യമുള്ളവരല്ലേ? മോളുടെ നാവിന്ന് വന്നൊരു നമ്പരല്ലേ മാഡം? ചുമ്മാ ഒരു 50 രൂപയെങ്കിലും മുടക്കി നോക്ക്. ചിലപ്പോ മോളുടെ ഭാവിക്ക് അതങ്ങ് ഉപകരിച്ചാലോ. മാഡം അമ്പലത്തിൽ പോയി തൊഴാറില്ലേ? ദൈവത്തിനോട് ചില കാര്യങ്ങളൊക്കെ പറയാറില്ലേ? ദൈവം ചിലപ്പോ ഈ നമ്പര് കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലോ? ഒരു വഴിപാടിന്റെ കാശല്ലേ ഉള്ളൂ. മതി മതി, അതിങ്ങ് തന്നേക്ക്. ഹാ, ഒരെണ്ണം വേണോ 2 എണ്ണം വേണോ? ഒരെണ്ണം മതി. താങ്ക് യു ചേച്ചി. അടിക്കുമല്ലോ അല്ലേ? എന്താ അടിക്കും, ഉറപ്പായിട്ടും അടിക്കും കേട്ടോ. പോട്ടെ മോളെ. ഇത് കൊള്ളാലോ മോളെ. ഇതൊക്കെ എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. എന്താ മാമാ, ഗതി കെട്ടാൻ നമുക്ക് എന്ത് വേഷം കിട്ടിയാലും എന്താ? ഞാൻ കരുതിയില്ല അവർക്കൊരു ടിക്കറ്റ് വിൽക്കാൻ പറ്റുമെന്ന്. നീ ലോട്ടറിക്കാർക്കൊരു ഭാഗ്യമാണ് മോളെ. അയ്യോ, എന്റെ സാറെ കഴിഞ്ഞില്ലേ? ഗാതമ്മടെ ഇപ്പൊ ഇങ്ങോട്ട് വരും. സാറൊന്ന് റെഡിയാവൂ. ഇനി എന്താ പ്രത്യേകിച്ച് റെഡിയാവാൻ? കല്യാണമൊന്നുമല്ലല്ലോ, ഗാഥ ജസ്റ്റ് ഒരു വിസിറ്റിന് വരുന്നതല്ലേ. എന്തോന്നാ സാറേ ഇത്? വരാൻ പോകുന്ന ആരാ? സാറിന്റെ ഭാവി വധുവല്ലേ? അപ്പൊ സാർ ഇങ്ങനെ ഇരുന്നാ മതിയോ? കുറച്ചുകൂടെ ഒന്നൊന്ന് റൊമാനിക്കാവണ്ടേ? പ്ലീസ്. എന്റെ സാറേ, ബിസിനസ് ഒക്കെ 100 കണക്കിന് ഉണ്ടാവും. പക്ഷെ കല്യാണം അങ്ങനെയല്ല. സാർ ഒന്ന് എഴുന്നേറ്റെ, എന്നിട്ട് ഈ മുഖത്തെ ഗൗരവമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചിരിച്ചോണ്ടിരിക്കും സാറേ, പ്ലീസ്. താൻ എന്താ പറഞ്ഞേ? ബിസിനസ് 100 കണക്കിനുണ്ടാവും, കല്യാണം ഒന്നേ ഉണ്ടാവുന്നു. അപ്പൊ പ്രാധാന്യം കല്യാണത്തിനാണല്ലേ? പക്ഷെ എനിക്ക് നേരെ തിരിച്ച. ഞാനൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അതിന് ചോയ്സ് എത്ര വേണമെങ്കിലും കിട്ടും. പക്ഷെ ഒരു ബിസിനസ് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അത് അടുത്ത ആള് കൊത്തിയെടുക്കും. അങ്ങനെ സംഭവിച്ച ഞാൻ 2ാം സ്ഥാനക്കാരനാവും. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഓൾവേസ് നമ്പർ 1. ദാറ്റ്സ് നവീൻ ഗോപാൽ വർമ്മ. ഓ, സാർ ഇത് ഏത് കാലത്താ ജീവിക്കുന്നേ? ഞാനൊക്കെ ആയിരിക്കണമായിരുന്നു. ഇപ്പൊ തന്നെ ഒരുങ്ങി ഇറങ്ങി 2 പ്രണയഗാനും അതിന്റെ കൂടെ ഒരു കോലാഹലമൊക്കെ കഴിഞ്ഞേനെ. അതുകൊണ്ടാടോ മാണിക്കുഞ്ഞ് താൻ എന്നെ ബോസ് എന്ന് വിളിക്കുന്നതും ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നതും. മനസ്സിലായോ? മനസ്സിലായി. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണേ സാറേ. പിന്നെ സാറേ, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. മണ്ടത്തരമാണെങ്കിൽ ചോദിക്കണ്ട. ഓ, മണ്ടത്തരൊന്നും അല്ല സാറേ. ഈ സിത്താര ശ്രീനിവാസൻ ഒരു ചെറിയ കക്ഷിയല്ല. ബിസിനസ്സിലായാലും ബുദ്ധിയിലായാലും സാറിനൊപ്പോ വേണമെങ്കിൽ സാറിന് മറികടക്കാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ഒരാള് സ്വന്തം മകളെ കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ കൂടെ വിടുന്നതില് എന്തോ ഒരു ഇതില്ലേ? എന്ത്? അങ്ങനെ കൃത്യമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്തോ ഒന്നുണ്ട്. ചില നേരത്ത് തന്റെ ബുദ്ധി മിന്നെയാണെങ്കിലും ഒന്ന് കത്തുന്നുണ്ട്. തന്റെ സംശയം ശരിയാണോ? ഇതിന്റെ പുറകില് സിത്താര ശ്രീനിവാസന്റെ കൂർമ്മ ബുദ്ധിയുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ എനിക്കറിയില്ല. കണ്ടുപിടിക്കണം. കാര്യങ്ങള് താൻ വേണ്ട പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓ, അപ്പൊ എനിക്ക് ചാരപ്പണിയാണ് അല്ലേ സാറേ? എന്തു പറഞ്ഞാലും കുഴപ്പമില്ല. യുദ്ധത്തിനിടയിലെ ചാരപ്പണി വലിയ പൊസിഷനാണോ? യുദ്ധോ? കല്യാണമാണ് സാറേ. ഒരർത്ഥത്തില് കല്യാണം ഒരു യുദ്ധം തന്നെയാണ്. പരസ്പരം വീറോടെ പൊരുതുന്ന ഒരു യുദ്ധം. നാഗദൈവങ്ങളെ, നവീന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി ഞങ്ങളോടൊപ്പം വരികയാണ്. കളരിക്കൽ കുടുംബത്തിന്റെ തലമുറ നിലനിൽക്കാൻ നവീന്റെ വിവാഹം നല്ല രീതിയിൽ കഴിഞ്ഞേ പറ്റൂ. ഇനിയെങ്കിലും ശാപത്തിൽ നിന്നും ഈ കുടുംബത്തെ മുക്തമാക്കണേ. നവീന്റെയും ഗാഥയുടെയും വിവാഹം ഒരു വിഘ്നമില്ലാതെ നടത്തിത്തന്ന് അനുഗ്രഹിക്കണമേ. കളരിക്കൽ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പെൺകുട്ടിക്ക്
അരുതാത്തതൊന്നും സംഭവിക്കരുതേ. കൃഷ്ണമോളെ, സുനന്ദേച്ചിയാ. ആ സുനന്ദേച്ചി എങ്ങനെയുണ്ട്? ജോലി കൊള്ളാവോ? മിക്കവാറും ഗോപാലേട്ടൻ പറഞ്ഞത് സംഭവിക്കും. എന്നെ കൊണ്ടുപോവാൻ ആംബുലൻസ് വേണ്ടി വരും. അയ്യോ, എന്തുപറ്റി? എനിക്കിതൊക്കെ കണ്ടിട്ട് കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എന്തൊക്കെ സാധനങ്ങളാണെന്നറിയോ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ തൊട്ടിട്ട് കൂടിയില്ല. അയ്യോ, അതൊക്കെ ഒന്ന് പഴകുമ്പോ ശരിയായിക്കോളുന്നേ. അതിന് പറഞ്ഞു തരാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ? ഇവിടെ ആർക്കും ചിരിയൊന്നുമില്ല മോളെ. എല്ലാവർക്കും കൽപ്പന തന്നെ കൽപ്പന. ചേച്ചി ഒന്നും കാര്യാക്കണ്ട. പക്ഷേ ഭക്ഷണം കഴിക്കാൻ അവര് വരുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ? മോക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അയ്യോ, അത് ആ മാണിക്കുഞ്ഞെന്ന് പറയുന്ന ആൾ അവിടെ ഇല്ലേ? പിന്നെ എങ്ങനെയാ ഞാനിങ്ങോട്ട് വരുന്നത്? അങ്ങനെ ഒരാളെ ഞാനിവിടെ കണ്ടില്ലെന്നേ. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ എന്താ? നീ ഒളിച്ചു വന്ന് എന്നെ സഹായിച്ചാ മതി. അയ്യോ, അതൊന്നും ശരിയാവില്ലെന്നേ. എന്നാ പിന്നെ ഞാൻ ഈ പണി വിട്ടങ്ങ് പോകാം. ചേച്ചി ടെൻഷൻ ആവണ്ട, ഞാൻ വരാം. അയാള് കാണുമെന്നുള്ള പേടി എനിക്കുള്ളൂ. അല്ലെങ്കിൽ സുനന്ദേച്ചിയുടെ അടുത്ത് വരുന്നതിന് എനിക്കെന്താ? എന്നാ പെട്ടെന്നൊന്ന് വാ മോളെ. എപ്പോഴാ എന്താ ചോദിച്ചു വരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എത്തി. വെരി നൈസ്. മമ്മിയുടെ സെലക്ഷൻ മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. നവീനെ പോലെ അല്ലേ? അമ്മോളെ, പിന്നെ മംഗളത്ത് വീടിന്റെ പ്രൗഢിക്കൊത്ത രീതിയിൽ വേണം നീ അവിടെ പെരുമാറാൻ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായ കൃത്യമായിട്ട് അതിനോട് റിയാക്ട് ചെയ്തിരിക്കണം. ഒരാൾക്ക് ഒന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല നിനക്ക്. ഒരിക്കൽ വിട്ടുകൊടുത്താലേ നാളെ അവര് നിന്റെ തലയിൽ കയറും. സോ വരയ്ക്കാനുള്ള ലക്ഷ്മണരേഖയൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് വരച്ചേക്കണം.